हरे कृष्ण प्रभु। बिहारी जय जय गिरिवरधारी जय गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुनतीरावनचारि यमुनतीरावनचारि जय राधा माधवा जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे नारायण नमस्कृते नरं चैव नरोत्तमं देवी सरस्वतीं व्यासं जयमदीरे नष्टप्रायेषु भद्रेषु नित्यं भागवत सेवयां भगवदेव तमश्लोके भक्तिर्भवति नैष्ठैमुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्र कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम ज्ञानविभ्रान्तस्य नाशनाखया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः हरि ओम तत्सत् എല്ലാ വിശിഷ്ട ഭക്തർക്കും ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതമാണ് എടുക്കുന്നത്. സ്കന്ധത്തിലെ 6-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാ വിശിഷ്ട ഭക്തന്മാരുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാൻ. കാരണം ഇന്ന് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. നാമാന്യനന്ദസ്യ ഹരത്തപപ്രാൻ ഗുഹ്യാനി ഭദ്രാനി കൃതാനി ജസ്മരൻ ഗാംഭര്യടം സ്തുഷ്ടമാന ഗരസ്പൃഹ കാലം പ്രതീശാൻ വിമതോ വിമത്സരഹം നാമാന്യനന്ദസ്യ ഹതത്ര പപ്പടൻ ഗുഹ്യാനി ഭദ്രാനി കൃതാനി ജസ്മരൻ ഗാംഭര്യണസ്തുഷ്ടമനാകൃതസ്പൃഹാം കാലം പ്രതീശൻ വിമതോ വിമത്സരം. പദങ്ങളുടെ അർത്ഥം: നാമാനി ദിവ്യനാമം, യശസ് തുടങ്ങിയവ അനന്തസ്യ അപരിമിതന്റെ ഹതതപ്ര ഭൗതിക ലോകത്തിന്റെ എല്ലാ ഔപചാരികളിൽ നിന്നും സ്വതന്ത്രനായ പഠൻ ഉച്ചാരണം ആവർത്തിച്ചുള്ള പാരായണം തുടങ്ങിയവ യാൻ ഗുഹ്യാനി നിഗൂഢമായ ഭദ്രാണി സർവ അനുഗ്രഹപരമായ കൃതാനി പ്രവർത്തികൾ ച സ്മരൻ നിരന്തരമായി സ്മരിക്കുക. ഗം ഭുവനത്തില് പര്യടൻ
സർവയിടങ്ങളിൽ കൂടിയും സഞ്ചരിച്ച് തുഷ്ടമന പരിപൂർണ സംതൃപ്തനായി ഗതസ്പൃഹ സർവഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും പരിപൂർണ സ്വതന്ത്രനായി കാലം കാലം പ്രതീക്ഷിച്ച് വിമത ഗർവിഷ്ഠനാകാതെ മത്സരമില്ലാതെ ത്തിന്റെ ഔപചാരികതകളെല്ലാം അവഗണിച്ച് ഭഗവാന്റെ ദിവ്യനാമ യശസ്സുകളെ ആവർത്തിച്ചുള്ള പാരായണത്തിലൂടെ ഞാൻ കീർത്തിക്കുവാൻ തുടങ്ങി. ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളുടെ ഇത്തരത്തിലുള്ള കീർത്തനവും സ്മരണവും സർവാനുഗ്രഹദായകമാണ്. അപ്രകാരം ചെയ്തുകൊണ്ട് പൂർണ്ണതൃപ്തനായി മതമാശ്ചര്യങ്ങളില്ലാതെ ഞാൻ ഭുവനം പര്യടനം ചെയ്തു. ഹരേ കൃഷ്ണ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പ്രശ്നായ വേദാന്ത സ്വാമി നിത്യനാമിനി നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി ഭാഷാദേശാനി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭാവാർത്ഥം. ജയശീല പ്രഭാത്യം. ഒരു ആത്മാർത്ഥ ഭഗവത് ഭക്തന്റെ ജീവിതത്തിൽ ഇപ്രകാരം സ്വന്തം ഉദാഹരണം കൊണ്ട് ശ്രീ നാരദമുനി സംക്ഷിപ്തമായി വിശദമാക്കി. അത്തരം ഒരു ഭക്തൻ ഭഗവാനിൽ നിന്നും അല്ലെങ്കിൽ ഭഗവാന്റെ പ്രാമാണികനായ ഭഗവത് മഹാത്മ്യങ്ങളുടെ കീർത്തനത്തെ അത്യന്തം ഗൗരവമായി ഏറ്റെടുത്ത് ഭഗവത് മഹാത്മ്യങ്ങൾ മറ്റുള്ളവരും ശ്രമിക്കണമെന്നതിനായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. അത്തരം ഭക്തർക്ക് ഭൗതിക നേട്ടത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന ഏക അഭിലാഷമാണ് അവരെ നയിക്കുന്നത്. യഥാകാലം ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് അവരെ കാത്തിരിക്കുന്നു. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന അത്യുന്നതമായ ജീവിത ലക്ഷ്യമുള്ളത് കൊണ്ട് അവർക്ക് ഒരിക്കലും ആരോടും യാതൊരു മാത്സര്യബുദ്ധിയോ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാൻ യോഗ്യരായി തീർന്നതിന്റെ ഗർഭവും ഇല്ല. ഭഗവാന്റെ ദിവ്യനാമം, മഹാത്മ്യങ്ങൾ, ലീലകൾ എന്നിവയെ സ്മരിക്കുകയും കീർത്തിക്കുകയും പിന്നെ സ്വന്തം കഴിവനുസരിച്ച് യാതൊരു ഭൗതിക ലാഭോദ്ദേശങ്ങളും ഇല്ലാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ഈ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് അവരുടെ ഏക ദൗത്യം. വംശാകൽപതരൂപശ്രീകൃപാസിന്ധുഭ്യേവജാപതിദാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമം. അനന്തകോടി വൈഷ്ണവന്റെ ശീലപ്രഭാത്വിജൻ. അപ്പൊ 1/6/26 ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തെന്നാല്, ഒരു ഭക്തൻ എങ്ങനെയാണ് അവരുടെ സ്വഭാവം, എങ്ങനെ കാര്യങ്ങളെ സമീപിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ആ ഒരു ഉത്തമ ഉദാഹരണം നാരദമുനി തന്നെയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ നാരദമുനിയുടെ ദുഃഖം കൃഷ്ണനോടും എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ? ഏതെങ്കിലും രീതിയിൽ എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കേൾക്കാതിരുന്ന ഓഡിയോ കേൾക്കാതിരുന്നാൽ നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. നോക്കൂ. ഹരേ കൃഷ്ണ. ഇതിന്റെ മുഖ്യമായ പാഠം ഒരാളിന്റെ ജീവിതയാത്രയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു ശുദ്ധഭക്തന്റെ സംഘം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെയായിരുന്നു അവിടെ നിന്നും ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയുള്ള നമ്മളുടെ ആത്മീയ യാത്രയിൽ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റി വിശദമായാണ് ശീലപ്രഭുപാദ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. നാരദ മുനിയുടെ ഭൗതിക ആശ്രമത്തിലുള്ള ഹരേ കൃഷ്ണ. നെറ്റ് പോയോ ബ്രോ? ശബ്ദമില്ലല്ലോ, അതോ എന്റെ പോയതോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് സൗണ്ട് പോയി. അങ്ങനെയായിരുന്നു ആത്മീയയാത്രയിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റം എങ്ങനെയായിരുന്നു, നാരദമുനിയുടെ ജീവിത മൂല്യത്തിന്റെ ഉദാഹരണത്തിൽ കൂടി സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ഭഗവാനെ പ്രിയരാകാം എന്ന വസ്തുതയാണ് ശീലപ്രഭുപാദ് ഇവിടെ പറയുന്നത്.
നാരദമുനി ഒരു എക്സാമ്പിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? with his life itself to show the ordinary people how can improve the faith in Krishna, and that's how we can change his life. നാരദമുനി എന്താണ് നമുക്ക് ദൃഷ്ടാന്തം തരുന്നത്? ഒരു സാധാരണ വ്യക്തിയും എങ്ങനെ വളരെ വിനീതനായി സദ്ഗുരുവിനെ സമീപിക്കണം എന്നും അതിൽ കൂടി സദ്ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം എങ്ങനെ ഭഗവാന്റെ ഭക്തിയുത സേവനം പ്രയാസമന്യേ നിഷ്പ്രയാസം നിർവഹിക്കാമെന്നും അദ്ദേഹത്തിന്റെ കാലടിപ്പാത തന്നെ നമുക്ക് ദൃഷ്ടാന്തമായി തരുന്നുണ്ട്. ഏവം കൃഷ്ണ അതേ ഹരേ കൃഷ്ണ. എല്ലാരും ഒന്ന് മൂട്ട് ചെയ്യണേ. ഹരിബോൽ. അദ്ദേഹം എങ്ങനെയാണ് തന്റെ ആത്മീയ സ്വഭാവം പരിശീലനം കൊണ്ട് നിന്ന് അദ്ദേഹം തന്നെ വ്യാസദേവനോട് നമ്മളോട് പറയുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ ശ്രേഷ്ഠ ഗുരുപരമ്പരയിൽ കൂടി ഈ അചഞ്ചല ഭക്തിയുത സേവനം ഭഗവാനിൽ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഭാഗവതത്തിലൂടെ തലമുറയായി നമുക്ക് ഇപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കും. ഭാഗവതം സനാതനമാണ്. ഭഗവാന്റെ സനാതനമാണ്, ഭാഗവതവും സനാതനമാണ്. ആ ഭാഗവതം ഇന്നും തലമുറയായിട്ട് നമുക്ക് ജ്ഞാനം പകർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഭഗവാനെ നമുക്ക് സേവിക്കാമെന്നുള്ളതിന്. യഥാർത്ഥ ആചാര്യൻ ധർമ്മനിഷ്ഠകളിലൂടെ എങ്ങനെ ഭക്തിയുത സേവനം അർപ്പിക്കാം എന്ന് സ്വന്തം ആചരണത്തിലൂടെ കാണിച്ചു തരുന്നു. ആരാണോ ധാർമ്മിക പ്രമാണങ്ങളെ ആചരിക്കുന്നവനും അതുപോലെ മറ്റുള്ളവർക്ക് മാർഗദർശനം തരുന്നുവോ അവരാണ് ആചാര്യൻ എന്ന് ശീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പൊ ആചാര്യനെ പറ്റിയുള്ള ആ വിശേഷണവും ശീല പ്രഭുപാദൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ശീലൻ നാരദമുനി അദ്ദേഹം ത്രിലോകങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഭഗവാന്റെ കീർത്തനവും ഭഗവത് മഹിമയും മാത്രം സ്വയം ആചരിച്ചുകൊണ്ട് നമ്മളെ അങ്ങനെ ചെയ്യിക്കാനായിരുന്നു നാരദമുനി പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഭാഗവതം എന്നാൽ ആത്മീയ സ്വഭാവമാണ്. ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മീയമായി നമ്മളെ സ്വഭാവവൽക്കരിക്കുക എന്നാണ് ഭാഗവതം ചെയ്യുന്നത്. ആധ്യാത്മിക തലത്തിലെത്താൻ വേണ്ടി പതിതനായ ഒരു വ്യക്തിക്ക് ആത്മീയ ജ്ഞാനം കൊടുക്കുകയും ആ ആത്മീയ ജ്ഞാനത്തെ തൻ്റെ തന്നെ ജീവിത രീതി കൊണ്ട് മാതൃക സൃഷ്ടിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നു ശ്രീനാരദമുനി. അപ്പൊ അദ്ദേഹം ഭാഗവത നമ്മൾക്കൊരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന്. ഭൗതിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരുവന്റെ സ്വഭാവം ശാരീരിക അതീന്ദ്രിയ ആത്മീയ അവബോധത്തിലേക്ക് വരാം എന്ന് നിരവധി മഹാത്മാക്കളുടെ ഉദാഹരണത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന അതീന്ദ്രിയ ജ്ഞാന സമാഹരണമാണ് ഈ ഭാഗവതം. ഇവിടെ എങ്ങനെ ഭക്തിയുത സേവനം ഉദാഹരണമല്ല, പല ഉദാഹരണങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ശ്രീ അംബരീഷ് മഹാരാജാവിനും ശരി, ശ്രീ ഭരത മഹാരാജാവിനും ശരി, ശ്രീ ശബരീഷ് ആയാലും ശരി, അതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഭഗവത് ഭക്തിയിലൂടെ എങ്ങനെ ഭഗവാനിൽ നമുക്ക് നമ്മളെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? ശ്രീമദ് ഭാഗവതമാണ് നമ്മുടെ ഇവിടെ സ്വഭാവം രൂപീകരിക്കുന്നത്. ഭാഗവതം അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനം ഒരു ശുദ്ധ ഭക്തന് മാത്രമേ പതിതാത്മാവിന്റെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് പരമ്പരയുടെ സ്വഭാവം. ഈ ഗുരുപരമ്പരയിൽ കൂടെ മാത്രമേ ശ്രീമദ് ഭാഗവതം നമ്മുടെ ഹൃദയത്തിൽ എത്തുള്ളൂ. നമ്മൾ കേൾക്കാൻ പറ്റും, ശ്രവണം കൊണ്ട് നമുക്ക് ഭാഗവതം കേൾക്കാൻ പറ്റും. പക്ഷെ അത് ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ആര് പറയണം? ഒരു ശുദ്ധ ഭക്തന്, അതായത് ഭഗവാന്റെ പ്രതിനിധിയായ ശുദ്ധ ഭക്തൻ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ കർണപുടങ്ങളിൽ തുളച്ചു കയറി നമ്മുടെ ഹൃദയ അന്തർഭാഗത്ത് എത്താൻ അത് സഹായിക്കുന്നുണ്ട്. അതാണ് പരമ്പരയുടെ സ്വഭാവം. ഒരു പതിതന്റെ ഹൃദയത്തിൽ ഭക്തിയുടെ വിത്ത് പാകുന്നത് പാറപ്പുറത്ത് വീണ് ഉടയുന്ന, അതായത് ഒരു ബദ്ധാത്മാവിന് ഭക്തിലത കൊടുക്കുന്ന പറഞ്ഞാൽ അത്രയും കഷ്ടമുള്ള കാര്യമാണ്. ആയതിനാൽ ആ പാറ പോലെയുള്ള ഹൃദയം ഭഗവാന്റെ മൃദുലമായ പാദസ്പർശനമേൽക്കാൻ പാകത്തില് എങ്ങനെയാണോ വൃന്ദാവനത്തിലെ പശുക്കൾ കല്ലും മുള്ളും നിറഞ്ഞ പാതയെ ചവിട്ടി മെതിച്ച് റമൻ റെത്തി എന്ന് പറയുന്ന അഥവാ പൂ പോലെയുള്ള മണ്ണാക്കിയത്, അതായത്
റമൻ റേത്തി എങ്ങനെയാ ഉണ്ടായത്? അതായത് ഭഗവാന് അതായത് ഷൂ തയ്ച്ചു കൊടുത്തു. അപ്പൊ ഭഗവാൻ പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് മാത്രം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുവിനെയും കൊണ്ടാണ് ഞാൻ വൃന്ദാവനത്തിൽ പോകുന്നത്, എനിക്ക് മാത്രം എന്തിനാ ഷൂ, അവർക്കും വേണം ഷൂ. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന പശുക്കള് വിചാരിച്ചെന്ന് പറയാ, കാരണം ഭഗവാന്റെ പാദത്തിന് ഒന്നും ഒരു മുള്ളു പോലും ഏക്കരുതെന്ന് യശോദമയ്യക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഷൂ തയ്ച്ചു കൊടുത്തത്. അതുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ഒരു മുള്ളു പോലും, ഒരു കല്ലിന്റെ ഒരു പാറ പോലും കൊള്ളാൻ പാടില്ലെന്ന് കണക്കാക്കിയിട്ട് ഈ പശുക്കളെല്ലാം കൂടെ ആ പാറപ്പുറത്തെയും മുള്ളിനെയൊക്കെ ചവിട്ടി മെതിച്ച് വളരെ പൂ പോലുള്ള, അതായത് വളരെ നിർമ്മലമായ ആ മണ്ണ് അവിടെ ഉണ്ടാക്കിയെടുത്തത്. അതാണ് റെമൻ റേത്തി എന്ന് പറയുന്നത്. നമ്മുടെ വൃന്ദാവനത്തിൽ ഇപ്പോഴും ഉണ്ട് അത്. അങ്ങനെ ആ പൂ പോലെയുള്ള മണ്ണാക്കിയത്. അതുപോലെ തന്നെ പതിതാത്മാവിന്റെ ഹൃദയത്തെ ഭഗവത് കഥനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ തിരുനാമം കൊണ്ടും ഭഗവാന് നമ്മുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറാൻ തക്കവണ്ണം മൃദുലമാക്കണം. അങ്ങനെയുള്ള ആ ആചാര്യന് മാത്രം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ മൃദുലമാക്കുന്നത് ആരാണ്? ആചാര്യന്റെ പ്രഭാഷണമല്ല, ആചാര്യന്റെ നമ്മളോട് പറയുന്ന ആ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നത്. നമ്മൾ മാത്രം വായിച്ചുകൊണ്ട് ഹൃദയം ശുദ്ധമാകണമെന്നില്ല. ആചാര്യനിൽ നിന്നുകൂടി കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഭക്തി പ്രവേശിച്ച് ഭക്തിലതാ ബീജം നട്ടു വളർത്താൻ പറ്റിയ ആ ഒരു പാകമാക്കുന്ന, നമ്മുടെ ഹൃദയത്തെ പാകമാക്കുന്നത് ആരാണ്? ആചാര്യനാണ്. അങ്ങനെയുള്ള ആചാര്യൻ മാത്രമേ ഭക്തിയുടെ ബീജം സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ മായാപഹൃതരായ, നമ്മളെല്ലാം മായയുടെ അപഹൃതമായ ബുദ്ധിയാണ് നമുക്കുള്ള. ആ മായാപഹൃതമായ ബുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് വിത്ത് ഇടാൻ കഴിയും ആർക്ക്? ആചാര്യന്. ശിഷ്യാഗുരുക്കളും അത്രയും തന്നെ കൃത്യതയും ശ്രേഷ്ഠതയും നിറഞ്ഞവരായിരിക്കണം എന്നാണ് ശീലപ്രഭുപാദ് പറയുന്നത്. കാരണം നമ്മള് ഇപ്പം ഗുരു മഹാരാജ് നമുക്ക് വന്നിട്ട്, അല്ലെ ഗുരുമഹാരാജിന്റെ ശ്രവണത്തിൽ കൂടി നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റില്ലോ. നമുക്ക് എപ്പോഴും നേരിട്ടുള്ള നമ്മൾ പ്രതിപാദിക്കാൻ പറ്റും നമ്മുടെ ശിഷ്യാഗുരുക്കളാണ്. അപ്പൊ ആ ശിഷ്യാഗുരുക്കളും അത്രയും തന്നെ ഗുരുമഹാരാജിന്റെ അത്രയും തന്നെ കൃത്യതയും നിഷ്ഠതയുമുള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠതയുമുള്ള ആളായിരിക്കണം എന്നാണ് ശീലപ്രഭുപാദ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശിഷ്യാഗുരുക്കൾ പാകമാക്കിയ ഭക്തിയുടെ വിത്ത് വിതയ്ക്കാൻ പാകമായ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ അല്ലെങ്കിൽ ആ സ്വാഗതമായിരിക്കണം നമ്മുടെ നാമജപം. അപ്പൊ ഭഗവാന്റെ നാമനമം ചെയ്യുമ്പോൾ നമ്മൾ എന്തുവാണ്? ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണക്കത്താണ് നമ്മുടെ നാമജപം എന്ന് പറഞ്ഞത്. ആ ക്ഷണക്കത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഇവിടെ ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ കൂടെ പറയുന്നത്. ദിവസവും നമ്മൾ 16 മാല ജപിക്കുന്ന ഉണ്ടായിരിക്കാം. പക്ഷേ അത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നുള്ളതിൽ ജപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സശ്രദ്ധം വിനയപൂർവ്വം ഗുരുവിൽ നിന്ന് കേട്ടറിയണം. അപ്പൊ നമ്മൾ എപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് നാമം ജപിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ഗുരുവിൽ നിന്ന് കേട്ടറിയണം. എങ്ങനെയാണ് നമ്മൾ കൃഷ്ണ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് നമ്മളെല്ലാം തന്നെ. ത്രിഗുണങ്ങളുടെ പ്രഭാവത്തിന്റെ ഏറ്റക്കുറച്ചുകൾ നമ്മുടെ അവബോധത്തിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തില് ശ്ലോകം നമ്പർ 6, 7, 8 എന്നിവയിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരിലും മിശ്രിത ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗുണങ്ങൾ മിശ്രിതമാകുന്നതാണ്. രജോ ഗുണം, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവ മൂന്നും ഒരു വ്യക്തിയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതു ഗുണമാണ് മുന്നിൽ നിൽക്കുന്നത് ആ ഗുണത്തിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ശീലപ്രഭുപാദ് ആയതുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്ന പ്രകാരം ഒരുവന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഗുണ പ്രേരിതനായ മനസ്സും മധ്യാഹ്നത്തിൽ, അതായത് ഉച്ച സമയത്ത് രജോ ഗുണവും, സന്ധ്യ കഴിഞ്ഞാൽ തമോ ഗുണ പ്രേരിതമാണ് നമ്മുടെ സ്വഭാവം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറയുന്നത് എന്താണ്? നമ്മള് ഭഗവാന്റെ തിരുനാമങ്ങൾ അതീന്ദ്രിയവും അമലവുമാണ്. എന്നതിനാല് തിരുനാമ ജപം അപരാധങ്ങളില്ലാതെ ജപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ്. അപ്പൊ ശിഷ്യാഗുരുക്കൾ നമ്മൾ ശരിക്കും അതിനെപ്പറ്റി ശരിക്കും നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തില് നാമം ചൊല്ലുന്നത്. പിന്നെ അതുകൂടാതെ
ഭഗവാന്റെ കൃപയും നമ്മുടെ പ്രയത്നവും കൂടിക്കലർന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിന് ഒരു വിജയമുണ്ടാകും. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു വിജയമുണ്ടാകും. അത് നമ്മളെ ഏതാണ് നമ്മളെ ആ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങൾ നമ്മൾ തന്നിരിക്കുന്നത് ശ്രീ ദാമോദര ലീലയിലെ ശ്രീ യശോദമയ്യയുടെ അതുപോലെ തന്നെ മറ്റുള്ള ഭക്തന്മാരുടെയും പ്രവർത്തികൾ, അതായത് ദാമോദരയിലെ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ പ്രവർത്തനവും പ്രയത്നവും മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്നത്, അത് വിജയത്തിലെത്തിക്കുന്നത്. ആയതിനാൽ തിരുനാമ ജപത്തിൽ കൂടി നമ്മുടെ ഭഗവാനെ ക്ഷണിക്കുവാൻ വേണ്ടി ആ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി തിരുനാമം ജപിക്കുകയാണെങ്കിൽ ആ നാമത്തിന്റെ ശക്തിയാൽ ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ അല്ലെ പാപഫലങ്ങൾ എല്ലാം തന്നെ അടിച്ചു വൃത്തിയാക്കും. അപ്പൊ നമ്മൾ എന്തിനാണ് നാമം ചെല്ലുന്നത്? അതായത് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ വാരിക്കൂട്ടിയിട്ടുള്ള പാപഫലങ്ങൾ അത് കളയണം. കാരണം അത് മാലിന്യങ്ങളാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഭഗവാൻ പവിത്രമാണ്, പരമപവിത്രമാണ്. അദ്ദേഹത്തുമായിട്ടുള്ള നമ്മളെ സംവാദം നടക്കുമ്പോൾ അല്ലെ അദ്ദേഹത്തുമായിട്ട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ നമ്മൾ അത്രയും തന്നെ ശുദ്ധതയായിരിക്കണം. അത്രയും തന്നെ ശുദ്ധതയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തോട് ഏകീഭവിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തോടെ ഏകീഭവിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഇച്ഛയോടെ നമ്മൾ ഏകീഭവിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രീതിയോടെ നമ്മൾ ഏകീഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശുദ്ധത അണിക്കണം. ആ ശുദ്ധതയാണ് ഇവിടെ നാമജപം കൊണ്ട് ആദ്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നു, അല്ലേ? അപ്പോൾ നമ്മള് ഈ പാപഫലങ്ങളെല്ലാം തന്നെ അടിച്ചു വൃത്തിയാക്കപ്പെടുന്നു. തിരുനാമ ജപത്തിന്റെ മാഹാത്മ്യം അരക്കിട്ടുറപ്പിക്കാനായിട്ട് നമ്മള് ഒരു കാര്യം കൂടി ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മള് ഭഗവാനോട് പ്രതിജ്ഞ എടുക്കണം. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നാമം ചെല്ലാൻ പോകുന്നത്. അങ്ങനെ 20 പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. ചിലര് കേട്ട് കാണും, പക്ഷെ എങ്കിലും ഞാനത് റിപ്പീറ്റ് ചെയ്യാം. കാരണം ഇവിടെ നാമജപത്തിന്റെ ഇമ്പോർട്ടന്റ് അല്ല, നാമജപത്തിന്റെ പ്രാധാന്യം അരക്കിട്ടുറപ്പിക്കേണ്ട ശ്ലോകമാണിത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാണ്. 1, ഓരോ ജപസെക്ഷനിലും വളരെ ആകാംക്ഷിതനായും സന്തോഷവാനായും ഭഗവാനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. 1, അതായത് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ആകാംക്ഷത്തോടു കൂടിയുമാണ് ഞാൻ ഈ നാമം ചൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്ന 16 മാലയും ശ്രദ്ധയോടും ലക്ഷ്യബോധത്തോടും കൂടി ജപിക്കാൻ ഞാൻ പ്രയത്നിക്കും. എൻ്റെ ഗുരുവാണ് എനിക്ക് 16 മാല ചൊല്ലണമെന്ന് എന്നിൽ നിന്നും എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? വളരെ ശ്രദ്ധയോടും ലക്ഷ്യബോധത്തോടും. എന്താണ് ലക്ഷ്യബോധം? എനിക്ക് എൻ്റെ ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യബോധം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്. മൂന്നാമത്തെ എന്തുവാണ്? ഞാൻ ജപിക്കുമ്പോൾ ജപം മാത്രമാണ് എൻ്റെ കർത്തവ്യം. മറ്റൊന്നിലും എൻ്റെ മനസ്സിനെ വ്യാപരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ ഒരു പ്രതിജ്ഞയാണ് ഞാൻ എടുക്കുന്നത്. എന്ത്? ഞാൻ ജപം ചെയ്യുമ്പോൾ ജപം മാത്രമാണ് എൻ്റെ കർത്തവ്യം, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ജപം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. നാലാമത്തെ, ഈ മഹാമന്ത്രം എന്നെ ഭഗവാനിൽ എത്തിക്കും. അതുകൊണ്ട് കൃത്യമായും ശ്രദ്ധയോടുകൂടി ഈ തിരുനാമം ഞാൻ ജപിക്കും. കാരണം തിരുനാമത്തെ ഭഗവാനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. തിരുനാമം മറ്റൊന്നുമല്ല, ഭഗവാൻ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ തിരുനാമത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അഞ്ചാമത്തെ എന്താണ്? തിരുനാമങ്ങളിൽ ശ്രീ രാധാകൃഷ്ണനെ പൂർണ്ണമായി ഉൾപ്പുകയാണെന്ന് അറിയാവുന്നതിനാൽ നാമത്തെ അത്രയും ഭക്തി പുരസരം ഞാൻ സ്വീകരിക്കും. തിരുനാമത്തിൽ ഭഗവാൻ അടങ്ങിയിട്ടുണ്ട്, രാധാകൃഷ്ണൻ അടങ്ങിയിട്ടുണ്ട് തിരുനാമത്തിൽ. അപ്പൊ അതിനെ ഭവിക്കുന്ന രൂപത്തില് ഞാൻ അതിനെ, കാരണം തിരുനാമത്തെ ഭഗവാനെ എന്ന പോലെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തിരുനാമം മറ്റൊന്നുമല്ല, ഭഗവാൻ തന്നെയാണ്, ശ്രീ രാധാകൃഷ്ണനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഞാൻ നാമം ചെല്ലേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ നാമത്തെ അതേപോലെ തന്നെ ഭക്തി പുരസരം സ്വീകരിക്കുന്നത്. ആറാമത്തെ, തിരുനാമം ജപിക്കുമ്പോൾ ശ്രീ രാധാകൃഷ്ണനുടെ സാന്നിധ്യം, അവരുടെ കൃപയും പ്രേമവും എനിക്ക് ഉള്ളിൽ നിറയണം. അപ്പൊ എന്താണ് എൻ്റെ ലക്ഷ്യം? ഞാൻ തിരുനാമം ജപിക്കുമ്പോൾ ഞാൻ രാധാകൃഷ്ണന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാധാകൃഷ്ണനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. അപ്പൊ എന്താണ്? എനിക്ക് രാധാകൃഷ്ണൻ സച്ചിദാനന്ദ വിഗ്രഹനാണ്. അപ്പൊ അതിലുള്ള ആനന്ദം എൻ്റെ മനസ്സിൽ നിറയണം എന്ന്, ആ നിറയുമ്പോഴേ എനിക്ക് എൻ്റെ ജപം പൂർണ്ണമാകുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഏഴാമത്തെ എന്തുവാണ്? ഭഗവാന്റെ തിരുനാമം മാത്രമാണ് എൻ്റെ വിലമതിക്കാത്ത നിധി എന്നതിനാൽ എൻ്റെ പരമമായ നിധിയാണ് എൻ്റെ തിരുനാമം എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറൊന്നുമല്ല എനിക്ക്.
എൻ്റെ പൂർവ്വ സ്വത്തൊന്നും വന്ന് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ തിരുനാമം തന്നെയാണ് എൻ്റെ ജീവിത അവസാനം വരെയുള്ള എൻ്റെ നിധിയും. അതുപോലെ തന്നെ ജീവിത അന്ത്യത്തിന് ശേഷവും ഞാൻ ഭഗവാനെ സേവിക്കേണ്ടി വരുന്ന ഒരു ജീവാത്മാവാണ്. അതുകൊണ്ട് എൻ്റെ നിധി, അതായത് എന്താ പറയുന്നത്, സർ ഭഗവാനും തന്നെയാണ് എൻ്റെ നിധി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഭഗവാന്റെ തിരുനാമം മാത്രമാണ് എനിക്കകത്ത് നിധി എന്നതിനാൽ പൂർണ്ണ വിശ്വാസത്തോടെ ബോധത്തോടെ മാത്രമേ ഞാൻ നാമജപം ചെയ്യൂ എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നാമം ചെല്ലുന്നത്. അതുപോലെ എട്ടാമത്തെ എന്തുവാണ്? ഞാൻ തിരുനാമം ജപിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ കോട്ടയായിരിക്കുന്ന എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ എൻ്റെ ആത്മാവിനെ എടുത്ത് ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കും. എങ്കിലേ ഭഗവാന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാവും. നമുക്കറിയാം, നമുക്ക് 3 ഹൃദയം: മെക്കാനിക്കൽ ഹൃദയം, രണ്ടാമത്തെ നമ്മുടെ മനസ്സ്, രണ്ടാമത്തെ ഹൃദയം, മൂന്നാമത് നമ്മുടെ അന്തരംഗ ഹൃദയം. അപ്പം നമ്മുടെ മാംസള ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം, പമ്പിങ്, അതുപോലെ രക്തം, അതുപോലെ എല്ലാ മെക്കാനിക്കൽ പ്രവർത്തികൾ നടക്കുന്ന ഹൃദയമാണ് നമ്മുടെ മാംസളമായ ഹൃദയം. അതിൻ്റെ ഉള്ളിലാണ് മനസ്സിരിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ പ്രേരിതമായ മനസ്സാണ്. ആ മനസ്സ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ തിരുനാമം ചെല്ലും എനിക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രഭാവം ഉണ്ടാകുന്നതിനാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അവിടുന്ന് എടുത്ത് ആന്തരിക ഹൃദയത്തിൽ, അവബോധ ഹൃദയത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ പരമാത്മാവും ആത്മാവും മാത്രമേ ഉള്ളൂ. അല്ലുള്ള ബാക്കിയുള്ള ഹൃദയങ്ങളിലല്ല ഞാൻ എൻ്റെ ആത്മാവിനെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തിരുനാമത്തിലും ഞാൻ എൻ്റെ ആത്മാവിനെ എടുത്ത് എൻ്റെ അന്തരാംഗ ഹൃദയത്തിലുള്ള പരമാത്മാവിന്റെ ഇരിപ്പിടത്തിന് അടുത്ത് തന്നെ എൻ്റെ ജീവാത്മാവിനെ ഞാൻ ഇവിടെ പറയുന്നു. കാരണം എങ്കിലേ എനിക്ക് ഭഗവാന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. 10 തിരുനാമ ജപ സമയത്ത് ഭഗവാനോടുള്ള എൻ്റെ അതീന്ദ്രിയ ബന്ധത്തെ വളരെ ബഹുമാനത്തോടെ ഞാൻ ഓർക്കും. ഞാനും ഭഗവാനോടൊരു ബന്ധമുണ്ട്. അതായത് ഞാനും എൻ്റെ ഗുരുശിഷ്യ ബന്ധം പോലെ തന്നെ ഭഗവാന്റെ ആയിട്ടൊരു ബന്ധമുണ്ട്. ഏതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ജീവേര സ്വരൂപേ നിത്യേര ദാസ എന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം പറയുന്നത്. ഞാൻ ഭഗവാന്റെ ദാസനാണ്, ദാസാനുദാസാനുദാസനാണ്. അതായത് ഞാൻ ഭഗവാന്റെ ഭക്തരുടെ ദാസനാണ്. ആ ഒരു ഓർമ്മയാണ് എനിക്ക് നാമം ചെല്ലുമ്പോൾ എൻ്റെ ബന്ധത്തെ ഞാൻ ഓർക്കേണ്ടത്. 11 എൻ്റെ തിരുനാമ ജപത്തിന്റെ മൂഡ് എങ്ങനെയായിരിക്കണം? ഭഗവാന് സ്വീകാര്യമായ നിലയിലേക്ക് കൊണ്ടുവരാൻ പൊട്ടിപ്പോട്ട ഞങ്ങളുടെ യജമാന സേവക ബന്ധത്തെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന തരത്തിലായി എത്തിക്കും. എൻ്റെ ഭഗവാനുമായിട്ട് ഞാൻ എന്നോ മരണം യജമാന സേവക ബന്ധത്തെ ഞാൻ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം. 12 ഹൃദയസ്പർശിയായി ഇരുന്നു കൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ എന്നെ യോഗ്യനാക്കാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥനയോടെ വേണം ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഹൃദയസ്പർശിയായി ഇരുന്നു കൊണ്ട് ഭഗവാന്റെ അടുക്കിലേക്ക് എത്താൻ എന്നെ പ്രാപ്തനാക്കണേ, എന്നെ യോഗ്യനാക്കണേ എന്ന് ഞാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോട് ഈ നാമം ചൊല്ലുന്നത്. 13 തിരുനാമജപത്തിന്റെ അന്തരാർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നാമം ജപിക്കും ഞാൻ. അതായത് തിരുനാമ ജപത്തിന് അന്തരാർത്ഥമുണ്ട്. അത് നമുക്കറിയാമല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലല്ലോ പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. ഒന്നും പറയുന്നില്ല. നെറ്റ് പോയതായിരിക്കുമെന്ന് വിശ്വസിക്കാം.
ഹരേ കൃഷ്ണ. പ്രഭു സന്മാജീസ് അദ്ദേഹം എക്സിറ്റ് ആയി, നെറ്റിന്റെ ഇഷ്യൂ ആണ്. നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ദയവായി. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പോൾ ഞാനിവിടെ 15-ാമത്താണ് തിരുനാമം ചൊല്ലുമ്പോൾ, അതായത് ഭൗതികമായ എൻ്റെ എല്ലാ വാതിലുകളും, എൻ്റെ നവദ്വാരങ്ങളും ഞാൻ അടച്ചിട്ട് വേണം തിരുനാമം ചൊല്ലുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ നവദ്വാരങ്ങൾക്ക് കൂടെയാണ് മായ ഇന്ദ്രിയ ദർപ്പണത്തിന് വേണ്ടി നമ്മളെ പൂട്ടുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഭൗതികമായ എൻ്റെ എല്ലാ ഏർപ്പാടുകളെയും ഞാൻ ഭഗവാന്റെ ധാമത്തെ ഓർത്തുകൊണ്ട് മാത്രമാണ് നിർദ്ദിഷ്ടമായ 16 മാലയും എനിക്ക് ചൊല്ലേണ്ടി വരുന്നത്. അത് എനിക്ക് ചൊല്ലാൻ എന്നെ പ്രാപ്തമാക്കണം. എൻ്റെ ഗുരുകൃപ കൊണ്ട് ആ നാമം എനിക്ക് ചൊല്ലാൻ പ്രാപ്തമാക്കണം എന്നുള്ളതാണ് നമ്മൾ 14-ാമത്തെ ഇത് പറയുന്നത്. 15-ാമത്തെ എന്താണ്? തിരുനാമം ചൊല്ലുമ്പോൾ അന്യാഭിലാഷങ്ങൾ ശൂന്യമാക്കിക്കൊണ്ട്, അതായത് മനസ്സിനകത്ത് ഒരു ആഗ്രഹങ്ങളും ഒരു അഭിലാഷങ്ങളും ഇല്ലാതെയാണ് ഭഗവാന്റെ ശുദ്ധ ഭക്തിയുത സേവനം ചെയ്യാൻ കഴിയും വിധം എൻ്റെ മനസ്സിനെ ശുദ്ധമാകണേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധമാകണേ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തും ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയും എൻ്റെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കണമെന്നാണ്. 16-ാമത് നാമജപ മാലയിലെ ഓരോ മുത്തും നാമം ചൊല്ലിക്കൊണ്ട് ഞാൻ പുറന്നോട്ട് തള്ളുമ്പോൾ ഭഗവാനുള്ള എന്ന് കരുതിയും ഭഗവത് നാമത്തിലേക്കുള്ള എൻ്റെ തിരിച്ചറിയൽ കാർഡാണ് തിരുനാമ ജപം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയും കൂടെ വേണമാണ് എനിക്ക് നാമം ചൊല്ലേണ്ടത്. 17 പൂർണ്ണ ശുദ്ധതയോടെ എനിക്ക് തിരുനാമം ജപിക്കാൻ ഭഗവാനോടും എൻ്റെ അതീന്ദ്രിയ ഗുരുവിനോടും ആത്മീയ ഗുരുവിനോടും പരിപൂർണമായി ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ഭഗവാനോടും എൻ്റെ ആത്മീയ ഗുരുവിനെയും പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ടാണ് എനിക്ക് നാമം ചൊല്ലുന്നതിനുള്ള. അടുത്ത 18 തിരുനാമ ജപം മാത്രമാണ് എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് എനിക്ക് അറിയണം. ആ പ്രധാനപ്പെട്ട ജോലി തിരുനാമ ജപം മാത്രമാണ് എന്നതിലൂന്നി എൻ്റെ ജീവിതചര്യതയെ ഞാൻ ചിട്ടപ്പെടുത്തും. എൻ്റെ ഈ ഒരു ദിവസം പുറത്തു വീഴുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ ജോലി, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തിരുനാമ ജപമാണ്. അതിന് മുടക്കം വരാത്ത രീതിയിൽ എൻ്റെ ജീവിതചര്യതയെ ഞാൻ ചിട്ടപ്പെടുത്തണം. അതാണ് തിരുനാമ ജപം കൊണ്ട് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം. 19 ഓരോ ദിവസവും തിരുനാമ ജപത്തെ എങ്ങനെ ശുദ്ധനാമ ജപമാക്കാനുള്ള എൻ്റെ ലക്ഷ്യം സാധൂകരിക്കാൻ നിരന്തരം അപരാധങ്ങൾ ഒഴിവാക്കി ഞാൻ നാമജപത്തിൽ മുന്നേറാൻ ശ്രദ്ധിക്കും. അതായത് നാമജപത്തിൽ 3 അവസ്ഥകളുണ്ട്. ഒന്ന് അപരാധത്തോടുകൂടിയുള്ള നാമജപം, രണ്ടാമത് അപരാധങ്ങൾ ഒഴിവാക്കിയുള്ള നാമാവാസത്തിലുള്ള ജപം, മൂന്നാമത് ശുദ്ധനാമത്തിലുള്ള ജപം. ഇത് പടിപടിയായിട്ടാണ് വരുന്നത്. കാരണം ഒരാളുടെ ശുദ്ധത എങ്ങനെ, നാമജപത്തിലൂടെ ശുദ്ധത എങ്ങനെ കൈവരിക്കും, പാപഫലങ്ങൾ എങ്ങനെ എരിഞ്ഞു മാറും, അതിനുശേഷമാണ് അദ്ദേഹം ശുദ്ധനാമ ജപത്തിന്റെ ആ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓരോ ദിവസവും മുന്നേറും. എങ്ങനെ? ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറും. നാമം ചെല്ലുമ്പോഴത്തേക്ക് ആ നാമജപത്തിന് സ്ഫുടതയോടും ഭഗവാന്റെ സാമീപ്യത്തെ ആശ്രയിച്ചുകൊണ്ടുമാണ് ആ നാമം ചെല്ലേണ്ടത്. 20-ാമത്തെ എന്തുവാണ്? തിരുനാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ സാമീപ്യം ലഭ്യമാകണേ എന്ന് പ്രാർത്ഥിക്കണം. ഭഗവാന് സംബന്ധമായ അതീന്ദ്രിയ ആനന്ദം എനിക്കും പ്രാർത്ഥിക്കണം. അതായത് ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണ്. ഭഗവാന്റെ നാമം ഭഗവാനിൽ നിന്ന് വേറിട്ടതല്ല. നാമത്തിലൂടെ അങ്ങനെ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തിലുള്ള ആ സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണേ എന്ന് ഞാൻ ഭഗവാന്റെ, കാരണം എനിക്കും ഭഗവാന്റെ സാന്നിധ്യം എനിക്ക് ആനന്ദപൂർവമാണ്, അല്ലെ ആനന്ദദായകമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ആനന്ദം എനിക്കും കിട്ടണം. ഇത്രയുമാണ് ആ 20 അഫർമേഷൻ അല്ലെങ്കിൽ പ്രതിജ്ഞ നാമം ചൊല്ലുന്നതിന് മുമ്പുള്ള. എല്ലാവർക്കും ഇത് നമുക്ക് ചൊല്ലാവുന്നതാണ്. കാരണം ഇത് നമ്മൾ മനസ്സിനെ ഒന്നുകൂടെ പാകപ്പെടുത്തി എടുക്കുകയാണ്. നാമം ചൊല്ലാനുള്ള അവസ്ഥയിലേക്ക്, ആ അതീന്ദ്രിയ അവസ്ഥയിൽ മനസ്സിനെ കൊണ്ടുവരണം. ഞാനിവിടെ ക്ലാസ്സിലാണ്, ഇവിടെ കടയിൽ ക്ലാസ്സിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയാം കേട്ടോ. ഹരേ കൃഷ്ണ. ഇവിടെ നാരദമുനി പറഞ്ഞത്, എപ്പോഴാണോ ഒരുവൻ ഭൗതിക മായ അവസ്ഥയിൽ നിന്നും ഒരുവൻ ഭഗവത്
തിരുനാമം ജപിക്കാൻ തുടങ്ങുന്നത്, ഭഗവാന്റെ കഥനങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത്, അയാൾ ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ പാതയിൽ എത്തും. കാരണം നമ്മൾ ആ ഹൈവേയിൽ രാജവീതിയിലേക്ക് വരികയാണ് ഭഗവത് നാമം ജപിച്ചതുകൂടി. കാരണം നമുക്ക് പിന്നെ വഴി നേടേണ്ട കാര്യമില്ല. അവിടെ കട്ടിങ്ങും അതുപോലെ തന്നെ സിഗ്നലും ഒന്നുമില്ല രാജപാതയിൽ. കാരണം മേൽപ്പാളത്തോട് കൂടിയുള്ള പാതയാണത്. അവിടെ ഒരു കട്ടിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ പാതയിൽ എത്തിക്കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഗുരു പറഞ്ഞ ആ രീതിയിൽ നമ്മൾ അങ്ങ് മതി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതായത് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ വഴി രാജവീതിയാണ്. ആ രാജപാതയിലാണ് നമ്മൾ ഭഗവത് ഭക്തിയുത സേവനം മൂലം നമ്മൾ അവിടെ എത്തുന്നത്. അങ്ങനെ തിരുനാമ ജപം തുടരെ ജപിച്ചുകൊണ്ട് ഭക്തിയിൽ മുന്നേറാൻ എല്ലാവിധ തടസ്സങ്ങളും നീക്കി തിരുനാമ ജപം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? തിരുനാമത്തിന്റെ പ്രാപ്തിക്കായി. ഭഗവാൻ തന്നെയാണ് തിരുനാമം. അപ്പൊ ആ തിരുനാമത്തിന്റെ പ്രാപ്തിക്കാണ് തിരുനാമ ജപം നമ്മൾ ചൊല്ലുന്നത്. അങ്ങനെ ആ പ്രാപ്തിക്കായി അനന്തമായിരിക്കുന്ന ഭഗവത് നാമങ്ങളെ അന്തമില്ലാതെ ചൊല്ലുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നാരദമുനിക്ക് ഒരു പാസ് ടൈം മാത്രമേ ഉള്ളൂ. ഏതാണ് ആ പാസ് ടൈം? ഭഗവത് തിരുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അന്തമില്ലാതെ ലോകം ചുറ്റുക. ഒരിക്കലും നിൽക്കുന്നില്ല. അദ്ദേഹം പരമമായ ഭഗവാന്റെ പരമപ്രഭുവിന്റെ ചൊല്ലിക്കൊണ്ട് അന്തമായി ലോകം ചുറ്റുകയാണ്, ഒരിടത്തും നിൽക്കാതെ. ഇഹലോകത്തായാലും പരലോകത്തായാലും യാതൊരുവിധ ഉപാധിയുമില്ലാതെ നാരദമുനിക്ക് തിരുനാമം ചൊല്ലാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഭഗവാന്റെ തിരുനാമത്തെയും ഭഗവാനെയുമാണ് നാരദമുനി ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കുള്ള യാതൊരുവിധ ഉപാധിയും നാരദമുനിക്കില്ല. കാരണം അദ്ദേഹം ഓൾറെഡി മുക്തനാണ്. അദ്ദേഹം മുക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇഹലോകത്തായാലും പരലോകത്തായാലും യാതൊരു വികലുമില്ല. എന്നാൽ നമുക്കാണോ ഇഹലോകത്ത് നമുക്ക് ഒത്തിരി ഉപാധികളെ അഭിമുഖീകരിക്കേണ്ടത്. ഏതൊക്കെയാണ് നമ്മുടെ ഉപാധികള്? ചതുർവിധ ദുഃഖങ്ങളുണ്ട്, ത്രിവിധ കേശങ്ങളുണ്ട്, താപത്രയങ്ങളുണ്ട്, ചതുർവിധ കുറവുകൾ നമുക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ പരിമിതികളാണ്. ഈ പരിമിതികളെയൊക്കെ നമുക്ക് തരണം ചെയ്തെങ്കിൽ മാത്രമേ നാമജപത്തിൽ നമുക്ക് സ്ഥിരമായി നിൽക്കാൻ. ഇപ്പൊ ചതുർവിധ ദുഃഖങ്ങൾ അറിയാം: ജന്മ, മൃത്യു, ജരാവ്യാധി. അതായത് ഈ പറയുന്ന 4 ദുഃഖങ്ങളെ ആർക്കാലും അതിക്രമിക്കാൻ പറ്റില്ല. പിന്നെ ഭൗതികയിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രം, ജനനം കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ജന്മ, മൃത്യു, ജരാവ്യാധി. ഇപ്പൊ ജനനം കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള 3 നമുക്ക് അനുഭവിക്കാനുള്ള ഇത് വരുന്നത്. മരിച്ചാൽ അത് തന്നെ ഭഗവാനില് നമ്മൾ ആശ്രയിച്ചില്ല. എന്താ സമയം? മരിച്ചാൽ തിരിച്ച് ജനിക്കേണ്ടി വരും. ഈ ഒരു ഭൗതിക ശരീരം വീണ്ടും അതനുസരിച്ചുള്ള ഭൗതിക നമുക്ക് സ്വീകരിക്കേണ്ടി വരും എന്ന ആപ്തവാക്യം ഇതിലാണ് പറയുന്നത്. ഭഗവത്ഗീതയിലെ ജാതശ്രീ ദിവോ മിത്യോ ധ്രുവ ജന്മ മൃതസ്യ എന്ന ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് കലിയുഗത്തില് ഒരേ ഒരു വഴിയുള്ളെന്ന് ബ്രഹ്മനാരദീയ പുരാണം പറയുന്നുണ്ട്. ഏതാണത്? ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈന കേവലം കലു നാസ്തേവ 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 ഗതിരന്യത. 3 പ്രാവശ്യം കോർട്ട് ഓർഡർ പോലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നാരായണ. അതായത് കോർട്ട് ഓർഡറിൽ 3 പ്രാവശ്യം ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഓർഡറിനെ മാറ്റാൻ പറ്റില്ല, അലംഘനീയമാണ് ആ ഓർഡർ എന്ന് പറയുന്ന പോലെ ബൃഹത് നാരദ പുരാണത്തിൽ ഹരേ നാമം അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് 3 പ്രാവശ്യം അടിച്ചടിച്ച് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ കലിയുഗ ധർമ്മമാണ് ഏത്? ഹരിനാമ കീർത്തനം. ആ ഹരിനാമ കീർത്തനമല്ല നമുക്ക് വേറൊരു വഴിയുമില്ല എന്ന് അത് പ്രതികാനുണ്ട്. പിന്നെ നമ്മുടെ താപത്രയങ്ങൾ ഏതൊക്കെയാണ്? അതിഭൂതം, ആദിദൈവം, ആധ്യാത്മികം. അതായത് അതിഭൂതം നമുക്ക് അറിയാവുന്നതാണ്. അതായത് നമ്മുടെ ചുറ്റുപാടുകളുള്ള നമ്മുടെ ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നോ പ്രാണികളിൽ നിന്നോ കീടങ്ങളിൽ നിന്നോ നമുക്കുണ്ടാകുന്ന ആ ക്ലേശങ്ങൾ. അത് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് മറ്റുള്ള മൃഗങ്ങളിലും അല്ലെ മറ്റുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ തന്നെ നമുക്കത് ദുഃഖപരമായ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ആദിഭൂതം എന്ന് പറയുന്നത്. പിന്നെ അതിദൈവം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ കോപത്താൽ ഉണ്ടാകും. അതായത് ദേവന്മാര് നമുക്ക് എന്താ തരുന്നത്? നമുക്ക് അനുഗ്രഹങ്ങൾ തരും, ഇല്ലേ? നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോഴത്തെ, അതായത് നാമമാത്രമായ അനുഗ്രഹം നമുക്ക് തരും. അത് നമ്മൾ എടുത്ത് ആസ്വദിക്കും. ആസ്വദിക്കുന്ന ശേഷം അവർക്ക് തിരിച്ചു കൊടുത്തില്ല എന്താ വരുന്നത്? അവർക്ക് തിരിച്ച് നമ്മൾ എങ്ങനെ യജ്ഞങ്ങളിലൂടെ നമുക്ക് അവരെ തിരിച്ചുള്ള ആ നന്ദി പ്രകടനം നടത്തണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അതുകൊണ്ട് ദുഃഖമുണ്ടാവും. എങ്ങനെ ദുഃഖമുണ്ടാകും? അവർക്ക് കോപം വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. ആ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമുക്ക് ദുഃഖമുണ്ടാകും. അതാണ് അതിദൈവം എന്ന് പറയും. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ശരീരത്തിലും നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകുന്നതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ഇപ്പൊ സ്വന്തം ശരീരത്തിൽ വ്യാധികൾ കൊണ്ടോ അതല്ലെങ്കിൽ മനഭ്രമം കൊണ്ടോ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാറില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ആധ്യാത്മികം എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ പറഞ്ഞാല്
ചതുർവിധമായ കുറവുകൾ, നമുക്ക് 4 കുറവുകളുണ്ട്. ഏതൊക്കെയാണ്? തെറ്റ് ചെയ്യാനുള്ള പ്രവണത, വഞ്ചിക്കാനുള്ള പ്രവണത, മായയാൽ അപഹൃതമായ ബുദ്ധി, അതല്ലെങ്കിൽ ഇല്യൂഷൻ, പരിമിതമായ ഇന്ദ്രിയങ്ങൾ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഇതുകൊണ്ട് നമ്മൾ ചേർത്ത് വെച്ചാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതുകൂടാതെ ജന്മജന്മാന്തങ്ങളായി നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന കർമ്മഫലങ്ങളാണ് ഇഹജീവിതത്തിലെ ക്ലേശത്തിന് സുഖങ്ങൾക്കും കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ തിരുനാമ ജപത്തിലൂടെ ഈ പറയുന്ന പാപഫലങ്ങളിലെ പാപപ്രതികരണങ്ങൾ തീർത്തും എരിഞ്ഞടങ്ങുമെന്നാണ് നമ്മുടെ ഭക്തിരസാമസുന്ദിയില് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഭക്തിരസാമസുന്ദിയില് രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, പാപഫലങ്ങളുടെ ക്രമീകരണങ്ങൾ മനസ്സിലാക്കാൻ അത്യന്തം ദുഷ്കരമാണ്. നമുക്കറിയാം എങ്ങനെയാണ് പാപഫലങ്ങൾ ഉരുത്തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നത്, നമുക്ക് പോലും അറിയില്ല. കാരണം ഓർക്കാപ്പുറത്താണ് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഇടയിലായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നത്. കാരണം നമുക്ക് പോലും അറിയില്ല. കാരണം ശ്രേഷ്ഠരായ മുനിമാരെ പോലെ ഭാവി പ്രവചിക്കാൻ നമുക്കറിയില്ല. കാരണം ഭാവിയിൽ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് അത്രയുമുള്ള ജ്ഞാനമേ ഉള്ളൂ. എന്നാൽ ഭഗവത് ഭക്തിയുത സേവനം കൊണ്ട്, തിരുനാമ ജപം കൊണ്ടും ചിലന്തിവല പോലെ കഠിനമായ പാപഫല പ്രതികരണങ്ങൾ, ചിലന്തിവല പോലാണ് പാപപ്രതികരണങ്ങളുള്ളത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. അത് ചിലന്തിവല കണ്ടിട്ടില്ലേ? അതിന്റെ നെറ്റ് വരുന്നത് പറഞ്ഞാൽ ഒരു പ്രാണിക്കും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ആ ചിലന്തിവല എന്ന് പറഞ്ഞു. അതങ്ങനെയാണ് പാപ പ്രതിപ്രവർത്തനങ്ങൾ ഉള്ളത്. ഈ ജീവിതത്തിൽ തന്നെയോ അടുത്ത ജീവിതത്തിൽ കൂടിയോ ഇല്ലാതാക്കാൻ ഭഗവത് കരുണ കൊണ്ട് നമുക്ക് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ പാപഫല ചക്രത്തിന്റെ ശ്രേണിയെ മുറിച്ചുകൊണ്ട് തന്നെ അതിജീവിക്കാൻ നാമജപം നമുക്ക് സഹായമാകും. അപ്പൊ നാമജപം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ ചിലന്തി വല നമുക്ക് ഈസിയായിട്ട് മുറിക്കാൻ പറ്റും. പാപപ്രതികരണങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അല്ലെ പാപചക്രങ്ങളുടെ ശ്രേണി നമുക്ക് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് ഇവിടെ ചില പ്രഭാത് പറയുന്നത്. ഇപ്പൊ ഈ പാപഫലങ്ങളെ പറ്റി ഒരു ശ്ലോകമുണ്ട്. അതായത് ഭക്തിരസാമസുന്ദിൽ 1:1:23 അത് ഞാൻ വായിക്കാം. അപ്രാരാബ്ധ ഫലം പാപം കുടം ബീജം ഫലോന്മുഖം ക്രമേണൈവ പ്രീലീയതേ വിഷ്ണുഭക്തി യഥാത്മാനം. പാപഫലങ്ങൾ ഏതൊക്കെയാണ്? അപ്രാരാബ്ധം, കുടം, കർമ്മബീജം, പ്രാരാബ്ധം. ഇതിൽ അപ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തിയിൽ എത്താത്ത കർമ്മഫലം. അതായത് ഫലം നമുക്ക് തന്നിട്ടില്ല, അത് ബീജാവസ്ഥയിൽ കിടക്കുകയാണ്. ജീവാത്മാവ് അനാദി ആയതുപോലെ തന്നെ അപ്രാരാബ്ധ ഫലവും എന്നും മുളയ്ക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ജന്മം അത് തീരുമെന്നോ, എത്ര ജന്മത്തിൽ അത് തീരുമെന്നോ എന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഇരിക്കുന്ന കർമ്മഫലത്തെ തപശ്ചര്യ കൊണ്ടോ, അതായത് ബീജാവസ്ഥയിൽ ഇരിക്കുന്ന കർമ്മഫലത്തെ തപശ്ചര്യ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ അവസാനിപ്പിക്കാവുന്നവയല്ല. അത് ഏത് ജന്മത്തിൽ ക്ലേശങ്ങൾ ആയിട്ട് വന്നാൽ അനുഭവിച്ചേ പറ്റൂ. അതാണ് അപ്രാരാബ്ധം എന്ന് പറയും. അതായത് നമ്മൾ ചെയ്ത പാപഫലങ്ങൾ ബീജമായിട്ട് വിത്തായിട്ട് കിടക്കുകയാണ്. അത് എന്ന് മുളയ്ക്കുമെന്നോ എന്ന് ഫലം തരുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്ത രണ്ടാമത്തെ അവസ്ഥയാണ് കുടം. കുടം എന്ന് പറഞ്ഞാൽ എന്തുവാ? പാകമായി കൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങൾ. അതായത് വിത്ത് മുളച്ചിട്ട് ഫലങ്ങൾ തരാൻ പാകമായി വരുന്നവ. അതിനാണ് അത് എപ്പോഴാണ് അനുഭവിക്കുന്നത്? ഈ ജന്മത്തിലോ അല്ലെ അടുത്ത ജന്മത്തിലോ ആ കർമ്മഫലങ്ങൾ വന്നു ഭവിക്കും. അത് അനുഭവിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് കുടം അവസ്ഥ, കുടസ്ഥം എന്ന് പറയും. അടുത്തതാണ് കർമ്മബീജം. അതായത് ഫലം ഭാഗമായി വന്നു. കർമ്മബീജം പ്രാരാബ്ധാവസ്ഥയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ കർമ്മബീജം എന്ന് പറയുന്നത്. അതായത് ഫലം നമ്മുടെ പ്രാരാബ്ധാവസ്ഥയിൽ, ഈ പ്രാരാബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്ലേശങ്ങളെയാണ് പ്രാരാബ്ദം എന്ന് പറയുന്നത്. അതിന്റെ അവസ്ഥയിലേക്ക് എടുത്തെടുത്ത് കൊടുക്കുകയാണ് ഇതിനകത്തുനിന്ന് കർമ്മബീജത്തിൽ നിന്ന്. കർമ്മബീജം എന്ന് പറഞ്ഞാൽ ഒരു ഭരണിയാണ്. അതിനകത്ത് പൊട്ടിമുളച്ച് പാകമായിട്ടുള്ള ഫലങ്ങൾ ആ ഭരണിക്കകത്തുണ്ട്. ആ ഭരണിക്കകത്ത് എടുത്തിട്ട് പ്രാരാബ്ദത്തിന്റെ കൊട്ടയിലേക്ക് തട്ടുകയാണ്. അതാണ് കർമ്മബീജം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചേ പറ്റൂ. ഈ ജന്മത്തിൽ, അതായത് ഈ ലൈഫ് ടൈമിൽ നമുക്ക് അനുഭവിച്ച് കഴിയാൻ പറ്റുന്ന പാകത്തിലാണ് നമുക്ക് കർമ്മബീജം എന്ന ആ കർമ്മഫലം നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്തതാണ് പ്രാരാബ്ദം. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് കർമ്മബീജത്തിൽ ഇരിക്കുന്ന ആവട്ടെ, അത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ
കർമ്മ പ്രാരാബ്ദം ഇന്നത്തെ ദിവസം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിനാണ് പ്രാരാബ്ദം എന്ന് പറയുന്നത്. ഫലം അനുഭവിക്കാൻ അതിൻ്റെതായ സമയത്ത് മാത്രമേ പ്രകടമാവുള്ളൂ. അത് കർമ്മഫലങ്ങൾ ആ സമയം നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് വരുന്നത്, ആ കർമ്മഫലം നമുക്ക് ആ സമയത്ത് മാത്രമേ അത് പ്രകടമാവുള്ളൂ. എപ്പോഴും നമുക്ക് മനസ്സിലുള്ളൂ കർമ്മഫലമാണെന്ന്. ഇപ്പോൾ അതിനകത്ത് ഒരു ഉദാഹരണം പറയുന്നത്, ഒരു കള്ളൻ അയാൾ മോഷ്ടിച്ചപ്പോൾ അയാളെ ആരും പിടിച്ചില്ല, ആർക്കും അറിയത്തില്ല ആരാ മോഷ്ടിച്ചെന്ന്. പക്ഷെ എന്തെങ്കിലും ഒരാൾ പിടിക്കപ്പെടില്ലേ, പിടിക്കപ്പെടുമ്പോൾ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും, അയാളെ കൊണ്ട് ജയിലിലിടും. അപ്പൊ എന്ന് അയാളെ പിടിക്കപ്പെടുന്നു അന്ന് വരെ ആ കർമ്മഫലം മുളച്ചിട്ടില്ല. എന്ന് പിടിച്ചു മുളച്ചിട്ട് ഫലവും കിട്ടി, ആ കർമ്മഫലം അയാൾക്ക് അന്ന് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം. പിന്നെ കർമ്മഫലം കൊണ്ട് നമുക്ക് കിട്ടുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ വ്യാധിയായിട്ട് നമുക്ക് കർമ്മഫലം വരും, ശാരീരികത്തിന്റെ കുറവുകളായിട്ട് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ അംഗവൈകല്യം വരികയോ, അല്ലെങ്കിൽ വ്യാധിയായിട്ട് വരികയോ, അല്ലെങ്കിൽ നമുക്ക് നിയമവ്യവഹാരത്തിലൂടെ, അതായത് പല നമ്മളെ ആൾക്കാർ ഉപയോഗിച്ച് നമുക്കെതിരെ പോലീസ് കേസ് കൊടുക്കുക, കോടതി കേസ് കൊടുക്കുക, അങ്ങനെ നിയമവ്യവഹാരങ്ങളിൽ നമ്മൾ അലയുക, അങ്ങനെയുള്ള നിയമവ്യവഹാരങ്ങളായിട്ടോ, അവർണ യോനിയിൽ പിറവിയെടുത്തുകൊണ്ട് ആ യോനിയിൽ പിറന്നത് കൊണ്ട് ആ കുലത്തിന്റെ ക്ലേശങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ക്ലേശങ്ങൾ ഫലങ്ങളുടെ കാഠിന്യം അനുസരിച്ച് അനുഭവിക്കേണ്ടി വരും. അതാണ് നമ്മുടെ കർമ്മഫലത്തിന്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ ഭക്തിയുത സേവനത്തോടു കൂടി കൃഷ്ണാബോധത്തെ സ്ഥിതനായിരിക്കുന്നവർക്ക്, അതായത് ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ഭക്തിയുതം സേവനം ചെയ്യുന്നവരാണ് ആരാണോ അവർക്ക് അവരുടെ കർമ്മഫലങ്ങള് ആ കർമ്മഫലങ്ങളാകുന്ന സംസാര സാഗരം, ഈ കർമ്മം എന്ന സമം പോലെയാണ്, നീന്തി കിടക്കാൻ പറ്റാത്തതാണ് ഈ കർമ്മഫല സാഗരം എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ വേറൊരു പേര് പറയും, ഭവസാഗരം എന്ന് പറയും. നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് അതിനകത്ത് കിടക്കുന്നതല്ല, അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഭഗവത് ഭക്തനാകുവാൻ എന്ത് ചെയ്ത്, ഭഗവത് ഭക്തനാകുമ്പോൾ ആ കർമ്മഫലങ്ങളായ മഹാസാഗരം ഒരു പശുവിന്റെ കുളമ്പിലുള്ള അത്രയും വെള്ളം പോലെ നമുക്ക് തോന്നും. ആകണം എങ്കിൽ മാത്രമേ വരുള്ളൂ. ഇവിടെ നമ്മുടെ ശ്രീമദ് ഭാഗവതം 11:14 സ്കന്ധത്തിലെ 14-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകവും, അതുപോലെ തന്നെ ഭക്തിരസാമ സുന്ദരിലെ 1:20 ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം 3:33.6 അതിലും, അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം 6:2-17 ഭഗവാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പാപ കർമ്മ ഫലങ്ങളെ മുഴുവൻ, അത് ഏത് അവസ്ഥയിലായിരുന്നാൽ കൂടി മുഴുവനായും നിർവീര്യമാക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ അഥവാ വിഷ്ണുവിന്റെ ഭക്തിയുത സേവനം കൂടെ കഴിയുമെന്ന് ചൈതന്യ മഹാപ്രഭുവാണ് ഗ്യാരണ്ടി തരുന്നത് ഈ ശ്ലോകത്തിലൂടെ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഭക്തിയുത സേവനം അല്ലെ ഹരിനാമ കീർത്തനം, ഹരിനാമ ജപം ഒന്നുകൊണ്ട് മാത്രം ഈ പറയുന്ന കർമ്മഫലങ്ങളെല്ലാം കരിച്ച് ചാമ്പലാക്കാൻ പറ്റും. പക്ഷെ പിന്നെ പാപങ്ങൾ ചെയ്യാനുള്ള ആസക്തി നൈസർഗികമായി അവശേഷിക്കുകയും ചെയ്യും. നമ്മുടെ ഇതുവരെ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ മുഴുവനായിട്ട് പോയി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ആ കർമ്മം ചെയ്യാനുള്ള വാസന, അതായത് ആ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള വാസന ബീജമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് നശിപ്പിക്കാൻ ഈ ഭക്തിയുത സേവനം കൊണ്ട് നമുക്ക് കഴിയുമെന്നുണ്ട്. അത് എങ്ങനെ ആയിരിക്കണം? അതായത് കൊലപാതകൾ അല്ലെങ്കിൽ ഉഗ്രകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പാപങ്ങൾ ചെയ്യാനുള്ള വാസനയുള്ളത് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനമാണ് നമ്മുടെ പാപത്തിന്റെ മൂലവിത്ത് അജ്ഞാനമാണ്. അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് പാപകർമ്മം നമ്മൾ ചെയ്യുന്നത്. ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ പാപകർമ്മങ്ങൾ പാപമാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ജ്ഞാനമില്ലാത്തതുകൊണ്ട് നമ്മൾ അജ്ഞാനം കൊണ്ടാണ് ഈ പാപകർമ്മങ്ങൾ നമുക്ക് വരുന്നത്. അജ്ഞാനം കൊണ്ടാണ് നമ്മുടെ ഗുണങ്ങൾ വർദ്ധിക്കുന്നത്. ആ ഗുണങ്ങളാലാണ് പാപങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഏത് കർമ്മത്തിനും മൂലകാരണം ഗുണങ്ങളാണ്. ആ ഗുണങ്ങളാണ്, അല്ല നമ്മുടെ ജീവാത്മാവല്ല പാപങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഗുണങ്ങളാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം, ഗുണമൃതമായ ആ ശരീരം കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം എന്തുവാണ്? ഇപ്പം ഗജസ്നാനം എന്ന് പറഞ്ഞാൽ ആന നദിയിൽ പോയി കുളിക്കും, പിന്നെ കയറി മോടി വന്നിട്ട് ആ മണ്ണ് വാരി പിന്നെയും തഴയും. അതുപോലെ ആവരുത് നമ്മളുടെ ഭഗവത് സേവനം കൊണ്ട് നമ്മൾ ഇന്നേ വരെയുള്ള ഈ ജീവിതത്തിൽ വരെയുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ എരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പാപവാസനയെ കൂടെ മാറ്റണം, അല്ലേ? ആ പാപവാസന ശുദ്ധീകരിക്കപ്പെടുമെന്ന് 6:2-17
അതുപോലെ പത്മപുരാണം 1:1-26 പറയുന്നുണ്ട്. കാരണം ഭക്തിയുത സേവനം കൊണ്ട് അതിന്റെ വേര് വരെ അറുത്തുമാറ്റും, പാപം ചെയ്യാനുള്ള വാസനയുടെ വേര് വരെ അറുത്തുമാറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം പറയാം. കാട്ടുതീ കാട്ടിൽ പടരുന്നില്ലേ? കാട്ടിൽ പടരുമ്പോൾ നാൽക്കാലി ജീവനങ്ങളെല്ലാം അല്ലെ നാൽക്കാലി മൃഗങ്ങൾ അതോടി രക്ഷപ്പെടും. പക്ഷെ ഉരകങ്ങളോ സർപ്പങ്ങളും അതുപോലെ മറ്റുള്ള ഇഴഞ്ഞു ജീവിക്കുന്ന ജീവികളെല്ലാം അതെന്ത് ചെയ്യും? കരികളുടെ ഇടയോ മാവിന്റെ പൊത്തലത്തിലോ എല്ലാം കയറിയിരിക്കും. പക്ഷെ അഗ്നി സർവനാശിയാണ്, അത് സർവനാശിനിയാണ്. അപ്പൊ അത് ഈ മരങ്ങളെ ആയാലും കരിയിലെ ആയാലും എല്ലാം കരിച്ച് കത്തി ചാമ്പലാവും. അപ്പോൾ അതിനുള്ളിരിക്കുന്ന സർപ്പങ്ങളും അത് കത്തി ചാമ്പലാവും. കാരണം എന്താണ്? ഇവിടെ നമ്മുടെ പാപവാസനയായ സർപ്പങ്ങളെ കൂടി ജ്ഞാനമാകുന്ന അല്ലെ നാമജപം അല്ലെങ്കിൽ ഭഗവത് ഭക്തിയുത സേവനമാകുന്ന ആ കാട്ടുതീ അതിനെ എല്ലാം അശേഷം ചാരമാക്കും എന്നാണ് ഇവിടെ പത്മപുരാണത്തിൽ പറയുന്നത്. ആയതിനാൽ മേൽപ്പറഞ്ഞ എല്ലാത്തരം പാപഫലങ്ങളും അവയുടെ പ്രതികരണങ്ങളും പരമദിവോത്തമ പുരുഷന്റെ നാമരൂപത്തിലുള്ള സേവനത്തോടു കൂടി കത്തി അമരുകയും അവ വീണ്ടും ചെയ്യാനുള്ള വാസനകൾ വേരോടെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നാരദമുനിയാണെങ്കിൽ ഭഗവത് ശുദ്ധ ഭക്തിയാൽ മേൽപ്പറഞ്ഞ താപത്രയങ്ങൾ അത്രയും അവശേഷം കൈക്കൊള്ളാതെ ഭഗവത് നാമകീർത്തനത്തിന്റെ ബലത്തില് ജഗത് ഗുരുവായി ഇന്നും വർത്തിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭഗവത് നാമകീർത്തനമാണ് അദ്ദേഹത്തിന്റെ ശക്തി. ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൈയിരിക്കുന്നത്. അതുകൊണ്ട് മായ അദ്ദേഹത്തെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാതൊരുവിധ ഉപാധികളും ത്രിലോകങ്ങളിലും യാതൊരുവിധ ഉപാധികളും അദ്ദേഹത്തെ സ്പർശിക്കുക പോലുമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ മുനിശ്രേഷ്ഠൻ, മഹാജൻ, ഗുരുക്കളിൽ ഭഗവാന്റെ പ്രതിനിധി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്. മുനിശ്രേഷ്ഠനാണ് അദ്ദേഹം, മഹാജനിൽ ഒരാളാണ്, ഗുരുക്കളിൽ ഭഗവാന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കവിഞ്ഞൊരു ഗുരുവില്ല. അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളോടും കൂടി യോഗ്യതയോടും കൂടി ഭഗവത് ഭക്തിയാൽ സ്വായത്തമാക്കിയ ത്രിലോക ഉദാഹരണമാണ് ശ്രീ നാരദമുനിയുടെ കാൽപ്പാടുകൾ. ആ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഭഗവത് ഭക്തിയുടെ സേവനം മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും ശ്രീമദ് ഭാഗവതം 1:6-26 ഇവിടെ പരിസമാപിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ഭക്തരുടെയും പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്? ഹരേ കൃഷ്ണ. പ്രഭു വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കറണ്ട് പോയതേ ഉള്ളായിരുന്നു ബുദ്ധിമുട്ട്. നെറ്റ് പോയത്, നെറ്റ്. നല്ല ക്ലാസ് ഹരേ ആയിരുന്നു. കൃഷ്ണ. പ്രണാമം ഹരേ കൃഷ്ണ. പ്രഭുജി. താങ്ക് യു മാഡം. ഹരി താങ്ക് യു. പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ ഗംഭീരമായ ക്ലാസ് ആയിരുന്നു പ്രഭുജി. വളരെ വളരെ നന്നായിരുന്നു. വളരെ നന്ദിയുണ്ട് പ്രഭുജി, വളരെ സന്തോഷം. പ്രഭു, ഒരു അഫർമേഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ നാമജപത്തിന്റെ അഫർമേഷൻസ്, അത് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാമോ പ്രഭുജി, പ്ലീസ്? ഇംഗ്ലീഷ് ആണ് പ്രഭു. ഇംഗ്ലീഷ് മതി, ഇംഗ്ലീഷ് ഓക്കെ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പില്. ഓക്കെ, കൃഷ്ണ. അടുത്തത് സ്വാഗതം. വളരെ നന്നായിരുന്നു. ഹരിബോൾ. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ കൃഷ്ണകൃപ. സ്വാഗതം പ്രഭുജി, വളരെ സന്തോഷം. നല്ല ക്ലാസ്, വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിരുന്നു പ്രഭു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. Thank you, Ganganath Prabhu, for the wonderful class. Hare Krishna Prabhu. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാംസ്. നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, ഒരു സംശയം ചോദിക്കട്ടെ? പ്രഭു പറഞ്ഞല്ലോ അറിവില്ലായ്മ കൊണ്ടാണ് പാപം ചെയ്യുന്നതെന്ന്. അപ്പൊ പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നതിന് എന്ത് പറയൂ?
ഹരേ കൃഷ്ണ. ഹരികൃഷ്ണമായി ക്ഷമിച്ചാലും അദ്ദേഹം എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക് ഓക്കെ എക്സിറ്റ് ആയതാണോന്ന് അറിയില്ല. ഓക്കെ അടുത്ത പ്രഭു, ക്ലാസ്സിൽ ഹരേ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം എല്ലാ ഭക്തന്മാർക്കും നന്ദി. വാഞ്ച കൽപ്പിച്ചു പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദിക്ക് നാമാജല നിത്യാനന്ദ ശ്രീ ജയ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവ. ഹരേ കൃഷ്ണ.